Hello, once again, welcome back to Plus Line. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിന്റെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ +2 എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വീഡിയോസും നോട്ട്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ദ 3 L's ഓഫ് എംപവർമെന്റ് ആണ്. ഇവിടെ നമുക്ക് സാധാരണയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം പ്രിപ്പയർ എ സ്പീച്ച് ഓർ എസ്സേ ഓൺ ദ ടോപ്പിക് വുമൺ എംപവർമെന്റ്. വുമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ട്, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ എസ്സേ തയ്യാറാക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടതാണ് വുമൺ എംപവർമെന്റ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വുമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ സേസ് ക്രിസ്ത്യൻ ലെഗാർഡ്. ക്രിസ്ത്യൻ ലെഗാർഡ് അഭിപ്രായപ്പെടുന്നു സ്ത്രീകൾ എന്താണ് അവർ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരണം. അപ്പം ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റൈറ്റപ്പിന്റെ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് എനി വുമൺ എന്ന പോയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം. എനി വുമൺ എന്ന പോയത്തിന്റെ അപ്രിസിയേഷൻ പഠിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് മാച്ച് ബോക്സ് ആണ്. മാച്ച് ബോക്സിൽ പഠിക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിരിക്കണം, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ക്യാരക്ടർ സ്കെച്ചിൽ നുമിതയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, നുമിതാസ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, അതുപോലെ തന്നെ അജിത്തേൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ +2 ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ള നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്കസിങ് ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. അതായത് റൈറ്റപ്പ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പങ്ക് എന്തുമാത്രമാണെന്ന് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ഹൊറഗുല്ലു എന്ന ഭാഗമാണ്. അവിടെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് പ്രതീക്ഷിക്കാവുന്നത് രത്നയുണ്ട്, അതുപോലെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, സുധാമൂർത്തി. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്നും, പഠിച്ചിരിക്കണം, വീഡിയോ ചെയ്തിട്ടുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് സുധാമൂർത്തി. സുധാമൂർത്തിയുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് ഇന്റർവ്യൂ നടത്താനൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതേണ്ടതാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ കമന്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ഹൊറഗുല്ലു. ഹൊറഗുല്ലു എന്ന തലക്കെട്ട് എന്തുമാത്രം സ്യൂട്ടബിൾ ആണ്, എന്തുമാത്രം അതിനോട് യോജിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യം പഠിക്കാനുള്ളത് മെൻഡിങ് വോൾ എന്ന പോയമാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം മെൻഡിങ് വോൾ. മെൻഡിങ് വോളിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 10th ക്വസ്റ്റ്യൻ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് നല്ല അതിരുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന് റോബർട്ട് ഫ്രോസ്റ്റ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 11th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ്. കുറച്ച് ഹിൻസ് തന്നിട്ട് അത് ഡെവലപ്പ് ചെയ്ത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രൊഫൈൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ അമിഗോ പ്രദേശി എന്നുള്ളൊരു ചോദ്യമാണ്. പ്രിപ്പയർ അനൗൺസ്മെന്റ് ബിഫോർ ദ ബോക്സിംഗ് മാച്ച്. അതായത് ബോക്സിംഗ് മാച്ച് ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. 13th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ബോക്സിംഗ് മാച്ച്. അതായത് ബോക്സിംഗുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ദ അവർ ഓഫ് ട്രൂത്തിൽ നിന്നുള്ള ചോദ്യമാണ് പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൾവിൻ. റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ സ്പീച്ച് അഗെയിൻസ്റ്റ് കറപ്ഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റ് ഇൻ പബ്ലിക് ലൈഫ്. അതായത് അഴിമതിക്കെതിരായിട്ടൊരു സ്പീച്ച് തയ്യാറാക്കുക, അല്ലെങ്കിൽ ജീവിതത്തിലെ ആത്മാർത്ഥ അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രാധാന്യം എന്തെല്ലാമാണ് അതിനെ ബേസ് ചെയ്തൊരു സ്പീച്ച് തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. 16th ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ പോസിബിൾ ഡയറി എൻട്രി ഓഫ് റോബർട്ട് ബാൾവിൻ. അതായത് റോബർട്ട് ബാൾവിൻ്റെ ഡയറി എൻട്രിയും പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഇംഗ്ലീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ PDF മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളവർക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നോട്ട്സ് കളക്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നേടുക. ഓൾ ദി ബെസ്റ്റ്.